ഇന്ത്യൻ ജീനിനെ വ്യാഖ്യാനിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ കുമാരസ്വാമി തങ്കരാജ്, പത്മശ്രീ ജേതാവ് 2026. ജീവനുകൾ സമ്പുഷ്ടമായി വളരുന്ന ഒരു ഫാമിൽ വെച്ചാണ് ആ ബാലനിലെ ജിജ്ഞാസയും പിറവിയെടുത്തത്. ഈ ജിജ്ഞാസ ജീവിതത്തിലെ രഹസ്യങ്ങളെ തുറന്നുകാട്ടുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ ചേയൂരിലെ സമാധാനപരമായ കൃഷിയിടങ്ങളിൽ നിന്ന് ഏറെ അകലെയായി ഹൈദരാബാദ് നഗരത്തിൽ എത്തിപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. അവിടെ അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ ജനിതക ചരിത്രം തുറന്നുകാട്ടുകയും അവരുടെ അതുല്യമായ വൈവിധ്യം പഠിക്കുകയും ചെയ്തു. സർക്കാർ സ്കൂളിൽ പഠിച്ച കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ റിസോഴ്സ് വളരെ പരിമിതമായിരുന്നു. പ്രാക്ടിക്കൽസിനായി ഞാൻ തന്നെ പുറത്തേക്ക് പോയി തവളകളെയും എലികളെയും പിടിക്കേണ്ടി വരുമായിരുന്നു. സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യൂലാർ ബയോളജിയിലെ എൻ്റെ യാത്ര 1993 ആരംഭിച്ചത്. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് PhD പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ. ആദ്യത്തെ ലാൻഡ്മാർക്ക് മൊമെന്റായി പറയപ്പെടുന്നത് എൻ്റെ സംഘവും ഞാനും ചേർന്ന് ആൻഡമാൻ ഗോത്രങ്ങൾ ഏകദേശം 65,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ആദ്യ ആധുനിക മനുഷ്യരാണെന്ന് തെളിയിക്കുന്ന ജനിതക തെളിവ് കണ്ടെത്തിയപ്പോഴാണ്. ഇക്കാര്യം ലോകത്തിന്റെ ശ്രദ്ധയിലെത്തി. ഉടൻ തന്നെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലും കേംബ്രിഡ്ജിലും നിന്നുള്ള വിദഗ്ധർ അദ്ദേഹവുമായി സഹകരിക്കാനെത്തി. അദ്ദേഹത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയത് വ്യത്യാസങ്ങൾക്കിടയിലും എല്ലാ ഇന്ത്യക്കാരും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. പങ്കുവച്ച പൂർവികതയാൽ രൂപപ്പെട്ട ബന്ധം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. പൊതുസമൂഹങ്ങളിൽ കാണപ്പെടുന്ന ജനിതക വൈകല്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം വരാനിരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ജനിതക രോഗങ്ങൾ തടയുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കും. ഈ എല്ലാ നേട്ടങ്ങളും തന്റെ ഭാര്യയുടെ പിന്തുണയില്ലാതെ സാധ്യമാകില്ലായിരുന്നുവെന്ന് ഡോക്ടർ തങ്കരാജ് പറയുന്നു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന് ഒരേ വർഷത്തിൽ 3 പ്രമുഖ പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇരുവരും CSIR CCMBയിൽ പ്രവർത്തിച്ചു. 28 വർഷത്തെ വിവാഹ ജീവിതം പങ്കിട്ടു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോഴും ലാബിൽ അദ്ദേഹം രാത്രിയോളം ജോലി ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ദമ്പതികൾക്ക് 2 മക്കളാണ്. തിരക്കേറിയ ജീവിത രീതിയിലും അവർ കുടുംബവുമായി ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് യുവ ശാസ്ത്രജ്ഞർ പരിശ്രമശാലികളായിരിക്കണം. മറ്റു മേഖലകളിലെ വിദഗ്ധരുമായി സഹകരിക്കാൻ മനസ്സുണ്ടാവണം. അതാണ് പ്രശ്നപരിഹാരത്തെ കൂടുതൽ ഫലപ്രദവും ആസ്വാദ്യകരവുമാക്കുന്നത്. ഇത് രാജ്യത്തിനും അഭിമാനമാണ്. ഡോക്ടർ കുമാരസ്വാമിയുടെ ഈ പ്രയാണം ലോകത്തെ കേവലം ജിജ്ഞാസ കൊണ്ട് മനോഹരമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ശക്തമായ ഉദാഹരണമാണ്. ഡോക്ടർ കുമാരസ്വാമി തങ്കരാജ്, പത്മശ്രീ 2026.